ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും? ഒന്ന് നന്നാക്കിക്കൂടെ? ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്, അൺലോക്കിംഗ് സർവീസസ്, ചിപ്പ് ലെവൽ സർവീസസ്, അതുപോലെ തന്നെ വാട്ടർ ഡാമേജ്, ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ്, ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് 30 ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഫോണുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ്. സോ നോ മോർ ബ്രേക്സ്, ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽസ്. ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. കളയന്നൂർ തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസ് മുഖ്യാതിഥിയായിരുന്നു. ഹെൻറി ബ്രൗൺ, പിന്നീട് അദ്ദേഹം ആ പേര് ഹെൻറി ബോക്സ് ബ്രൗൺ എന്നാക്കി. അതിന് കാരണമുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു അടിമത്തത്തിന്റെ രീതിയിൽ അമേരിക്കയിൽ കഴിഞ്ഞു വരവെ രക്ഷപ്പെടാനായിട്ടുള്ള ആഗ്രഹം വന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് മാറാനായിട്ടൊരു ആഗ്രഹം വന്നു. അപ്പം അദ്ദേഹം ചെയ്തത് 3 അടി വീതിയിലും 2 അടി നീളത്തിലുമുള്ള, അതുപോലെ തന്നെ 2 അടി ഉയരത്തിലുമുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാക്കി. ഹാർഡ്ബോർഡ്, അതായത് കട്ടിയുള്ള മരത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിന് ചെറിയ സുഷിരങ്ങൾ ഇട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി കപ്പലിലേക്ക് ഈ ബോക്സ് കയറ്റി. അപ്പോൾ ആ ബോക്സിൽ ഇരിക്കണമെങ്കിൽ കുനിഞ്ഞുകൂടി ഇരിക്കണം, ചുരുണ്ടുകൂടി ഇരിക്കണം. ഒരു കുപ്പി വെള്ളവും അദ്ദേഹം കരുതി. പ്രധാന അധ്യാപിക സിസ്റ്റർ മാർഗരറ്റ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ആനീസ്, സിസ്റ്റർ ലിബിയ, PTA പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ ദേശീയ